ചങ്ങനാശ്ശേരിയെ പുളകമണിയിച്ച് തൃക്കൊടിത്താനത്ത് സീനേജേഴ്സ് സംഗമം നടന്നു. ഈ പുതിയ വാക്ക് എന്താണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. വയോജനം എന്ന വാക്ക് ഇനി ഉപയോഗിക്കരുതെന്നും ഇതിന് പകരമായി ടീനേജർ, സീനിയർ സിറ്റിസൺ എന്നീ രണ്ട് പദങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് സീനേജർ എന്ന പദം പുറംനാട്ടിലെ പോലെ ഉപയോഗിച്ചു തുടങ്ങണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത റിട്ടയേർഡ് സൈബർ സെൽ ഉദ്യോഗസ്ഥൻ ജേക്കബ് ജോബ് സാർ പറഞ്ഞു. വിവിധ ഇടവകകളിൽ നിന്നായി 500-ലധികം ചെറുപ്പം നഷ്ടപ്പെടാത്ത സീനിയർ സിറ്റിസൺസ് പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഖ്യ വികാരി ജനറൽ അച്ഛനും തൃക്കൊടിത്താനം പള്ളിയുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ആന്റണി ഏത്തക്കാട്ടച്ഛൻ്റെയും ആക്ടിംഗ് വികാരി മാനാട്ടച്ഛൻ്റെയും നേതൃത്വത്തിലാണ് ഈ സംഗമം നടന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലായി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നടന്നുവരാറുള്ള സീനിയർ സിറ്റിസൺസ് ധ്യാനത്തിന്റെ മുഖ്യ ശുശ്രൂഷകനായ ബഹുമാനപ്പെട്ട തോമസ് പ്ലാപ്പറമ്പിലച്ഛൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചു. ജോഷ്വ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. ഈ വചനഭാഗം ജോഷ്വ 13-ാം അധ്യായം 1-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഷാജി തുമ്പേച്ചിറയിലച്ഛൻ ആമുഖ പ്രഭാഷണം നടത്തി. അച്ഛൻ്റെ ശൈലിയിൽ ഈ വചനഭാഗങ്ങൾ ഒരു ഗാനമായി ആലപിക്കപ്പെട്ടു. വലിയ സന്തോഷത്തോടെയാണ് അവർ ഈ ഗാനം ആവർത്തിച്ചു പാടിയത്. ജേക്കബ് ജോബ് സാറിന്റെ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതേത് ചീത്തയേത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പനെയും അമ്മയും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതര ജോലിക്ക് പോകുന്ന മാതാവിനെയും പിതാവിനെയും ഏറെ വല്യപ്പനും വല്യമ്മയും ആയിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തിയത്. അവർക്ക് സന്മാർഗബോധം വളർന്നു കൂട്ടുന്നത് ആ മുതിർന്ന തലമുറയായി. നിങ്ങളുടെ ഇടവക ദിനമൊക്കെ സത്യത്തിലെ വളരെ സമകരമായ ഒരു കാര്യം. അതൊക്കെ ഭംഗിയായി നടത്തുന്ന, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെയൊക്കെ ഞാൻ മനസ്സാ അഭിനന്ദിക്കുന്നു. പുറം നാട്ടിലെ പോലെ നമ്മൾ സീനേജർ എന്ന പദം ഉപയോഗിക്കണം എന്നും സീനിയർ സിറ്റിസന്റെ സീനും ടീനേജറിന്റെ ഏജും ചേർന്നാണ് ഈ പദം രൂപപ്പെട്ടതെന്നും ജേക്കബ് ജോബ് സാർ കൂട്ടിച്ചേർത്തു. ഇനിയും മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പ്ലാപ്പറമ്പിലച്ഛൻ ശുശ്രൂഷ തുടർന്നു. കലാപരിപാടികളോടെ ശുശ്രൂഷ അവസാനിച്ചു. പ്രായമായവരെ കൂടുതൽ കരുതലോടെ ചേർത്ത് നിർത്തുക എന്നതിനേക്കാൾ തളരാതെ സ്വയം മുന്നേറുവാനും മനസ്സിന്റെ ചെറുപ്പം കൈവിടാതെ മുന്നോട്ടു പോകുവാനും ഇത്തരം ശുശ്രൂഷകൾ അവർക്ക് സഹായമാകും. വൃദ്ധനാവുക എന്നാൽ, പ്രായമാവുക എന്നാൽ ഒന്നിന്റെയും അവസാനമല്ല, മറ്റു പല നേട്ടങ്ങളുടെയും തുടക്കമാവാം. ജോഷ്വ 13-ാം അധ്യായം 1-ാം വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ജോഷ്വ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്.